ഓൺ എയർ മീഡിയയിലേക്ക് സ്വാഗതം. വയനാട് ദുരിതബാധിതർക്ക് 1000 സ്ക്വയർ ഫീറ്റ് ഒറ്റനില വീട് നിർമ്മിച്ചു നൽകുമെന്ന് സർക്കാർ. വീട് നഷ്ടപ്പെട്ടവർക്കായിരിക്കും പ്രഥമ പരിഗണനയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സർവകക്ഷി യോഗത്തിൽ അറിയിച്ചു. രണ്ടാം ഘട്ടത്തിൽ വീട് മാറി താമസിക്കേണ്ടി വന്നവരെ പരിഗണിക്കും. സർക്കാർ ഒരുക്കുന്ന ടൗൺഷിപ്പിൽ ഒരേ രൂപരേഖയിലുള്ള വീടുകളാണ് നിർമ്മിക്കുക. ദുരന്തത്തിൽ 58 കുടുംബങ്ങളിലെ എല്ലാവരും മരണപ്പെട്ടുവെന്ന് മന്ത്രി കെ രാജൻ. 1 മാസം കൊണ്ട് താൽക്കാലിക പുനരധിവാസം പൂർത്തിയായെന്നും വാർത്താ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞു. മരണാനന്തര ധനസഹായമായി 93 കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതം വിതരണം ചെയ്തുവെന്നും മന്ത്രി പറഞ്ഞു. ദുരന്തത്തെ തുടർന്നുണ്ടായ സംസ്ഥാന സർക്കാരിന്റെ ധനസഹായ വിതരണത്തിൽ വലിയ പാളിച്ചയുണ്ടായെന്ന് ആരോപിച്ച് കൽപ്പറ്റ MLA ടി സിദ്ദീഖ്. ധനസഹായ വിതരണത്തിന് പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തം തങ്ങൾ നിർദ്ദേശിച്ചിരുന്നുവെന്നും എന്നാൽ സർക്കാർ പാലിച്ചില്ലെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. വയനാടിന് കൈത്താങ്ങായി സംസ്ഥാനത്തെ കുടുംബശ്രീ അംഗങ്ങളും ജീവനക്കാരും ആദ്യഘട്ടമായി സമാഹരിച്ച 20 കോടിയിലധികം തുക മുഖ്യമന്ത്രിക്ക് കൈമാറി. ഞങ്ങളുമുണ്ട് കൂടെ എന്ന പേരിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് ശേഖരണം കുടുംബശ്രീ തുടരുകയാണ്. ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പൽ കമ്പനിയായ മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ മദർഷിപ്പ് ഡെയ്ല ഇന്നു രാവിലെ വിഴിഞ്ഞത്ത്. 366 മീറ്റർ നീളവും 51 മീറ്റർ വീതിയുമുള്ളതാണ് ഈ കൂറ്റൻ കപ്പൽ. വിഴിഞ്ഞത്ത് ചരക്ക് ഇറക്കിയ ശേഷം കപ്പൽ കൊളംബോയിലേക്ക് പോകും. അദാനി പോർട്സിന്റെ പ്രധാന ചരക്ക് നീക്ക പങ്കാളിയാണ് മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി. കേരള PSC മുഖേനയുള്ള തെരഞ്ഞെടുപ്പുകളിൽ അധിക മാർക്ക് നൽകുന്നതിനുള്ള കായിക ഇനങ്ങളുടെ പട്ടികയിൽ 12 ഇനങ്ങൾ കൂടി ഉൾപ്പെടുത്തി. ക്ലാസ് 3, ക്ലാസ് 4 തസ്തികകളിലേക്ക് നടത്തുന്ന തെരഞ്ഞെടുപ്പുകളിൽ അധിക മാർക്ക് നൽകുന്നതിനാണ് പുതിയ ഇനങ്ങൾ കൂട്ടിച്ചേർത്തത്. ഇന്നലെ ചേർന്ന സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിൽ ഇതു സംബന്ധിച്ച തീരുമാനത്തിന് സർക്കാർ അംഗീകാരം നൽകി. കേരള ടൂറിസം വളരുമ്പോൾ ആഭ്യന്തര വളർച്ചയുടെ ഏറിയ പങ്കും വഹിക്കാൻ പറ്റുന്ന മേഖലയായി വിനോദസഞ്ചാരം മാറുമെന്ന് പൊതുമരാമത്ത് ടൂറിസം മന്ത്രി PA മുഹമ്മദ് റിയാസ്. ടൂറിസം വകുപ്പിന്റെ മാനവ വിഭവശേഷി വികസന ഇൻസ്റ്റിറ്റ്യൂട്ടായ കിറ്റ്സിലെ അക്കാദമിക് അനക്സ് ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരങ്ങളിൽ 2 സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന ചെറിയ വീടുകൾക്ക് ഇളവ്. കോർപ്പറേഷൻ മുനിസിപ്പൽ അതിർത്തിക്കുള്ളിൽ 2 സെന്റ് വരെയുള്ള ഭൂമിയിൽ നിർമ്മിക്കുന്ന 100 ചതുരശ്ര മീറ്റർ വരെയുള്ള വീടുകൾക്ക് മുന്നിൽ 3 മീറ്റർ വരെയുള്ള വഴിയാണെങ്കിൽ ഫ്രണ്ട് യാർഡ് സെറ്റ് ബാക്ക് 1 മീറ്ററായി കുറച്ചുകൊണ്ട് ചട്ടഭേദഗതി കൊണ്ടുവരുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ് പറഞ്ഞു. താമസ ആവശ്യത്തിന് അനുയോജ്യമായ വേറെ ഭൂമിയില്ലാത്ത കുടുംബങ്ങൾക്കാണ് നിബന്ധനകൾക്ക് വിധേയമായി ഈ ഇളവ് അനുവദിക്കുക. ക്യാൻസർ ചികിത്സാ ചെലവ് ചുരുക്കുന്നതിൽ രാജ്യത്തിനാകെ മാതൃകയാകുന്ന ഒരു ചുവടുവയ്പാണ് കാരുണ്യ സ്പർശമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. തെരഞ്ഞെടുക്കപ്പെട്ട കാരുണ്യ ഫാർമസികളിൽ പ്രവർത്തനം ആരംഭിക്കുന്ന കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ് കൗണ്ടറുകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. കെട്ടിക്കിടക്കുന്ന പരാതികൾക്കായി അദാലത്തുകൾ നടത്തേണ്ടി വരാത്ത വിധം കാര്യക്ഷമമാക്കി തദ്ദേശ സ്വയംഭരണ സംവിധാനത്തെ മാറ്റിയെടുക്കുകയാണ് സർക്കാർ ലക്ഷ്യമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷൻ തല തദ്ദേശ അദാലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. സംസ്ഥാന സർക്കാരിന്റെ കീഴിലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഉൽപ്പന്നങ്ങളുടെ വിപണനം ലക്ഷ്യമിട്ട് വ്യവസായ വകുപ്പിന്റെ നേതൃത്വത്തിൽ K-Shopee ഇ-കൊമേഴ്സ് പോർട്ടലിന് തുടക്കമായി. കെൽട്രോണിന്റെ സഹായത്തോടെ BPTയുടെ മേൽനോട്ടത്തിലാണ് പോർട്ടൽ തയ്യാറാക്കിയത്. KSRTCയിലെ പെൻഷൻ വൈകുന്നതിൽ സർക്കാരിന് കർശനമായ മുന്നറിയിപ്പ് നൽകി ഹൈക്കോടതി. പെൻഷൻ മുടങ്ങിയതിന്റെ പേരിൽ ഇനിയൊരു ആത്മഹത്യ ഉണ്ടാകരുതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഇത്തരം സംഭവങ്ങൾ ദുഃഖകരമാണെന്നും KSRTC പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളിൽ സർക്കാരിന് ദുഃഖം തോന്നുന്നില്ലേയെന്നും കോടതി ചോദിച്ചു. വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പസഫിക് ഏഷ്യ ട്രാവൽ അസോസിയേഷന്റെ 2024 ഗോൾഡ് അവാർഡ് കേരള ടൂറിസത്തിന് സമ്മാനിച്ചു. പാറ്റ ട്രാവൽ മാർട്ട് 2024 ഭാഗമായി തായ്ലൻഡിലെ ബാങ്കോക്ക് ക്വീൻ സിരിക്കിറ്റ് നാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ ടൂറിസം ഡയറക്ടർ ശിഖ സുരേന്ദ്രൻ പുരസ്കാരം ഏറ്റുവാങ്ങി. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് PV അൻവർ MLAയെ പാറാവ് നിന്ന പോലീസ് ഉദ്യോഗസ്ഥൻ കടത്തിവിട്ടില്ല. SP-യുടെ വസതിയിൽ നിന്നും മരങ്ങൾ മുറിച്ചെന്ന പരാതി അന്വേഷിക്കാനെന്ന പേരിലാണ് PV അൻവർ MLA ഇന്നലെ വൈകിട്ട് 5 മണിയോടെ മലപ്പുറത്ത് SP-യുടെ വീട്ടിലെത്തിയത്. SP-യുടെ വീട് ക്യാമ്പ് ഓഫീസാണെന്നും അകത്തേക്ക് കയറ്റിവിടണമെന്നും MLA പോലീസിനെ നിർബന്ധിച്ചു. MLAയ്ക്ക് അവകാശമുണ്ടെന്നും മുറിച്ച മരത്തിന്റെ കുറ്റി കാണണമെന്നും അൻവർ തുടർച്ചയായി ആവശ്യപ്പെട്ടെങ്കിലും മേലുദ്യോഗസ്ഥരുടെ അനുവാദം വാങ്ങിയാൽ മാത്രമേ അകത്തേക്ക് കടത്തൂവെന്ന് അറിയിച്ച് പോലീസ് ഉദ്യോഗസ്ഥൻ അൻവറിനെ തടയുകയായിരുന്നു. MLA മുകേഷിനെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ശ്രമമാണ് നടന്നതെന്ന് മുകേഷിന്റെ അഭിഭാഷകൻ.
അതിനുള്ള ഇലക്ട്രോണിക് തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചുവെന്നും അടിയന്തര അറസ്റ്റിനുള്ള സാഹചര്യമില്ലെന്നും മുകേഷിന്റെ അഭിഭാഷകൻ ജോ പോൾ മാധ്യമങ്ങളോട് പറഞ്ഞു. ആരോപണങ്ങൾ സംശയാസ്പദമാണെന്നും നിയമ നടപടികളുമായി മുകേഷ് സഹകരിക്കുമെന്നും അഭിഭാഷകൻ വ്യക്തമാക്കി. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ നടനും MLA-യുമായ മുകേഷിനെതിരായ അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. SP പൂങ്കുഴലിയാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുക. ചേർത്തല DYSP ബെന്നിയാണ് മുകേഷിനെതിരായ കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥൻ. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ നടൻ ജയസൂര്യയുടെ കേസൊഴികെ മറ്റെല്ലാ കേസിന്റെയും അന്വേഷണ മേൽനോട്ടം SP പൂങ്കുഴലിക്കാണ്. നടനും MLA-യുമായ മുകേഷ് ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ ഇല്ലെന്ന വാദവുമായി മന്ത്രി സജി ചെറിയാൻ. മുകേഷ് ഉൾപ്പെടുന്ന 11 അംഗ സമിതിക്ക് പ്രാഥമിക രൂപം തയ്യാറാക്കാനുള്ള ചുമതലയാണുള്ളതെന്നാണ് മന്ത്രി സജി ചെറിയാന്റെ വിശദീകരണം. ലൈംഗികാതിക്രമ ആരോപണത്തിന് പിന്നാലെ ചലച്ചിത്ര നയ രൂപീകരണ സമിതിയിൽ നിന്ന് മുകേഷിനെ ഒഴിവാക്കിയേക്കും എന്ന സൂചനകൾക്കിടെയാണ് മന്ത്രിയുടെ വിചിത്ര വിശദീകരണം. ലൈംഗിക പീഡന ആരോപണം നേരിടുന്ന മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യത്തിൽ കടുത്ത സമ്മർദ്ദവുമായി CPI. മുകേഷ് മാറിയേ തീരൂ എന്ന ആവശ്യം ഉന്നയിച്ച് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ടു. ധാർമ്മികതയുടെ പേരിൽ മുകേഷ് മാറി നിൽക്കണമെന്നാണ് പാർട്ടി നിലപാട് എന്ന് ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ അറിയിച്ചു. പാർട്ടി എക്സിക്യൂട്ടീവ് തീരുമാനപ്രകാരമാണ് ബിനോയ് വിശ്വം നിലപാട് അറിയിച്ചത്. CPM ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. നിരവധി ആരോപണങ്ങളാണ് മുകേഷിനെതിരെ ഉയർന്നിരിക്കുന്നത്. മുകേഷ് രാജിവെക്കുന്നതാണ് ഏറ്റവും ഉചിതമായ തീരുമാനം. മുകേഷിനെ സംരക്ഷിക്കുന്ന CPM എന്ത് സന്ദേശമാണ് ജനങ്ങൾക്ക് നൽകുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. കേസെടുത്ത പരാതിയുടെ പകർപ്പും FIR-ഉം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ച് നടൻ സിദ്ദിഖ്. 1-ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് അപേക്ഷ സമർപ്പിച്ചത്. സിദ്ദിഖിനെതിരായ പരാതിക്കാരിയുടെ രഹസ്യമൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തും. യുവ തിരക്കഥാകൃത്തിന്റെ പരാതിയിൽ സംവിധായകൻ VK പ്രകാശിനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കൊല്ലം പള്ളിത്തോട്ടം പോലീസ് കേസെടുത്തു. പരാതിക്കാരിയുടെ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കേസെടുത്തത്. ലൈംഗികാതിക്രമണ കുറ്റമാണ് VK പ്രകാശിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് BJP നേതാക്കൾ ദേശീയ വനിതാ കമ്മീഷന് പരാതി നൽകിയേക്കും. സന്ദീപ് വചസ്പതി, ശിവശങ്കർ എന്നിവർ ദില്ലിയിലെ ദേശീയ വനിതാ കമ്മീഷൻ ആസ്ഥാനത്തെത്തി പരാതി നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇരയാക്കപ്പെട്ടവരുടെ സ്വകാര്യത സംരക്ഷിച്ചു തന്നെ കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാണ് ഇവരുടെ ആവശ്യം. സർക്കാരിനെതിരെ ആഞ്ഞടിച്ച് എഴുത്തുകാരിയും സാംസ്കാരിക പ്രവർത്തകയുമായ സാറ ജോസഫ് രംഗത്ത്. ലൈംഗികാരോപണം നേരിടുന്ന മുകേഷ് രാജിവെച്ച് അന്വേഷണം നേരിടേണ്ടതില്ലെന്ന് പറയുന്ന സർക്കാർ എന്ത് സുരക്ഷിതത്വമാണ് സമൂഹത്തിന് വാഗ്ദാനം ചെയ്യുന്നതെന്നും അധികാരത്തിലിരിക്കുന്നവർ തന്നെ ഇങ്ങനെ സംരക്ഷിക്കപ്പെടുകയാണെങ്കിൽ എന്ത് വിശ്വാസമാണ് നിങ്ങളിൽ ഉണ്ടാകുക എന്നും അവർ ചോദിച്ചു. തനിക്ക് സിനിമയിൽ നിന്ന് മോശമായ അനുഭവം നേരിട്ടിട്ടില്ല എന്ന് കരുതി ഇത്തരം സംഭവങ്ങൾ സിനിമയിലില്ല എന്ന് പറയുന്നത് ഇരകളോട് ചെയ്യുന്ന അപമാനമാണെന്ന് നടിയും നിർമ്മാതാവുമായ ഷീലു എബ്രഹാം. പുതിയൊരു മാറ്റത്തിനുള്ള തുടക്കമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടെന്നും നിഷ്പക്ഷമായി നിന്ന് നിലപാടോടുകൂടി സംസാരിക്കുന്നവർ വേണം അസോസിയേഷനുകളുടെ തലപ്പത്ത് വരാനെന്നും ഷീലു വ്യക്തമാക്കി. സംവിധായകൻ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി നൽകിയ ലൈംഗിക അതിക്രമ പരാതിയിൽ ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിന്റെ സാക്ഷിമൊഴി രേഖപ്പെടുത്തി. എറണാകുളം തമ്മനത്തുള്ള ജോഷി ജോസഫിന്റെ വീട്ടിലെത്തിയാണ് 3-അംഗ പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുത്തത്. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ശുചിത്വ മിഷൻ അംബാസിഡർ പദവി ഒഴിഞ്ഞ് നടൻ ഇടവേള ബാബു. ലൈംഗിക ആരോപണ പരാതിയെ തുടർന്ന് കേസെടുത്ത പശ്ചാത്തലത്തിലാണ് ശുചിത്വ മിഷൻ പദവി ഒഴിഞ്ഞത്. നടൻ ജയസൂര്യക്കെതിരായ കേസിൽ സിനിമയുടെ സംവിധായകൻ ബാലചന്ദ്ര മേനോന്റെ മൊഴി രേഖപ്പെടുത്തും. നടിയോട് ലൈംഗികാതിക്രമം കാട്ടിയെന്ന പരാതിയിൽ സിനിമയുടെ മറ്റു സാങ്കേതിക പ്രവർത്തകരുടെയും മൊഴിയെടുക്കും. പരാതിക്കാരിയുടെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നവരുടെ മൊഴികളാണ് രേഖപ്പെടുത്തുക. അറബിക്കടലിൽ 6 പതിറ്റാണ്ടിനിടെ 2ാമത്തെ ചുഴലിക്കാറ്റ് രൂപപ്പെടാനുള്ള സാധ്യത. ഗുജറാത്ത് തീരത്ത് വടക്കൻ അറബിക്കടലിൽ ഇന്ന് ചുഴലിക്കാറ്റ് രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് ഇന്നലെ അറിയിച്ചു. അതേസമയം ചുഴലിക്കാറ്റ് രൂപപ്പെട്ടാലും അത് ഇന്ത്യൻ തീരങ്ങളെ ബാധിക്കാൻ സാധ്യതയില്ലെന്നാണ് റിപ്പോർട്ടുകൾ. കോഴിക്കോട് കുറ്റ്യാടിയിൽ മിന്നൽ ചുഴലി. കായക്കൊടിയിലാണ് ഇന്നലെ വൈകുന്നേരം മിന്നൽ ചുഴലി വീശിയത്. കായക്കൊടി പഞ്ചായത്തിലെ പട്ടരുകുളങ്ങര, നാവോട്ടുകുന്ന് ഭാഗങ്ങളിലാണ് മിന്നൽ ചുഴലി ഉണ്ടായത്. നാവോട്ടുകുന്നിൽ 3 വീടുകൾ തകർന്നു. 2 വീടുകൾക്ക് കേടുപാട് പറ്റി. വൈദ്യുതി ബന്ധം താറുമാറായി. കണ്ണൂരിൽ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ 5.068 ഗ്രാം മെത്താഫിറ്റമിനുമായി 2 യുവാക്കളെ അറസ്റ്റ് ചെയ്തു. തളിപ്പറമ്പ് സ്വദേശികളായ വൈഷ്ണവ് K, ജിതേഷ് PP എന്നിവരാണ് പിടിയിലായത്.
ഒഡീഷയിൽ പക്ഷിപ്പനി മനുഷ്യനിൽ ബാധിച്ചതായ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് അധികൃതർ അതീവ ജാഗ്രതയിൽ. ഒഡീഷയിലെ പുരി ജില്ലയിലാണ് സംശയകരമായ രോഗലക്ഷണങ്ങളോടെ ഒരാൾ ചികിത്സയിലുള്ളത്. സ്ഥിതി നേരിടാൻ ആരോഗ്യവകുപ്പ് പൂർണ്ണ സജ്ജമാണെന്ന് ഒഡീഷയിലെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി പറഞ്ഞു. ഉത്തർപ്രദേശിൽ നരഭോജി ചെന്നായ്ക്കളുടെ ആക്രമണത്തിൽ 8 കുട്ടികളടക്കം 9 പേർ കൊല്ലപ്പെട്ടു. ഉത്തർപ്രദേശിലെ ബഹ്റൈച്ച് ജില്ലയിലാണ് സംഭവം. നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമായതോടെ വനം വകുപ്പും പോലീസും തിരച്ചിൽ ഊർജിതമാക്കി. 4 ചെന്നായ്ക്കളെ പ്രദേശത്തു നിന്നും നിലവിൽ പിടികൂടിയിട്ടുണ്ട്. സ്ഥലത്ത് ഡ്രോൺ ഉൾപ്പെടെ ഉപയോഗിച്ചുള്ള തെരച്ചിൽ തുടരുകയാണ്. മുഡ ഭൂമി ഇടപാട് കേസിൽ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് താൽക്കാലിക ആശ്വാസം. കേസിലെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യാനുള്ള ഉത്തരവ് മറ്റന്നാൾ വരെ തുടരും. കേന്ദ്ര സർക്കാരിന്റെ വാദം നാളെ നടക്കും. സിദ്ധരാമയ്യയെ പ്രോസിക്യൂട്ട് ചെയ്യാൻ അനുമതി നൽകിയത് തീർത്തും ചട്ടവിരുദ്ധമെന്ന് അഡ്വക്കേറ്റ് അഭിഷേക് മനു സിംഗ്വി വാദിച്ചു. DK ശിവകുമാറിനെതിരായ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ അന്വേഷണം തുടരാൻ CBIക്ക് കർണാടക ഹൈക്കോടതി അനുമതി നൽകിയില്ല. അന്വേഷണം തുടരാൻ അനുമതി വേണമെന്ന CBI ഹർജി കോടതി തള്ളി. ജോലി സ്ഥലത്ത് സ്ത്രീകൾക്കെതിരായ ലൈംഗിക പീഡന പരാതികൾ രജിസ്റ്റർ ചെയ്യുന്നതിനും നിരീക്ഷിക്കുന്നതിനുമുള്ള കേന്ദ്രീകൃത പ്ലാറ്റ്ഫോമായ ഷീബോക്സ് പോർട്ടലിന് കേന്ദ്ര വനിതാ ശിശു വികസന മന്ത്രാലയം തുടക്കം കുറിച്ചു. കേന്ദ്രമന്ത്രി അന്നപൂർണ ദേവിയുടെ നേതൃത്വത്തിൽ ഇന്നലെ ദില്ലിയിൽ നടന്ന ചടങ്ങിൽ മന്ത്രാലയത്തിന്റെ പുതിയ വെബ്സൈറ്റും മന്ത്രി ഉദ്ഘാടനം ചെയ്തു. സമരം ചെയ്യുന്ന ഡോക്ടർമാരെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണം നിഷേധിച്ച് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി താൻ ഒരു വാക്കുപോലും ഡോക്ടർമാർക്കെതിരെ പറഞ്ഞിട്ടില്ലെന്നും ഒരിക്കലും ഭീഷണിപ്പെടുത്തി സംസാരിച്ചിട്ടില്ലെന്നും അവർ അവകാശപ്പെട്ടു. അപകീർത്തി കേസ് ചോദ്യം ചെയ്ത് തിരുവനന്തപുരം MP ശശി തരൂർ നൽകിയ ഹർജി തള്ളി ഡൽഹി ഹൈക്കോടതി. നരേന്ദ്രമോദിക്കെതിരായ ശിവലിംഗത്തിലെ തേൾ പരാമർശത്തിൽ BJP നേതാവ് നൽകിയ അപകീർത്തി കേസ് തള്ളണമെന്ന് ആവശ്യപ്പെട്ടാണ് തരൂർ കോടതിയെ സമീപിച്ചത്. കേസിൽ നടപടികൾ റദ്ദാക്കാൻ ആവശ്യമായ കാരണങ്ങളൊന്നുമില്ലെന്ന് ജസ്റ്റിസ് അനൂപ് കുമാർ ചൂണ്ടിക്കാട്ടി. തനിക്കെതിരെ മോശം പരാമർശം നടത്തിയ ശിരോമണി അകാലിദൾ നേതാവും മുൻ പഞ്ചാബ് MPയുമായ സിമ്രൻജിത്ത് സിംഗിനെതിരെ ആഞ്ഞടിച്ച് BJP MPയും നടിയുമായ കങ്കണ റണാവത്ത്. സിമ്രൻജിത്ത് സിംഗ് ബലാത്സംഗം ചെയ്യപ്പെടുന്നതിനെ സൈക്കിൾ ഓടിക്കുന്നതുമായാണ് താരതമ്യപ്പെടുത്തിയതെന്നും ബലാത്സംഗത്തെ നിസ്സാരവൽക്കരിക്കുന്നത് ഈ രാജ്യത്ത് ഒരിക്കലും അവസാനിക്കില്ലെന്നുമാണ് തോന്നുന്നതെന്നും കങ്കണ വിമർശിച്ചു. കങ്കണയ്ക്ക് ബലാത്സംഗത്തിലെ ഒരുപാട് അനുഭവമുണ്ടെന്നും അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്ക് അവരോട് ചോദിക്കാമെന്നുമാണ് സിമ്രൻജിത്ത് സിംഗ് നേരത്തെ പറഞ്ഞത്. രാഹുൽ ഗാന്ധിയുടെ രാഷ്ട്രീയത്തിൽ മാറ്റം വന്നിട്ടുണ്ടെന്ന് മുൻ കേന്ദ്രമന്ത്രിയും അമേഠിയിലെ MPയുമായിരുന്ന സ്മൃതി ഇറാനി. നല്ലതോ മോശമോ അപക്വമോ ആവട്ടെ, അദ്ദേഹത്തിന്റെ പ്രവൃത്തികളെ വില കുറച്ചു കാണാൻ പാടില്ലെന്നും അത് വ്യത്യസ്തമായ രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നുവെന്നും സ്മൃതി പറഞ്ഞു. ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോഴും പാർലമെന്റിൽ വെള്ള ടീഷർട്ട് ധരിക്കുമ്പോഴും യുവാക്കൾക്ക് എന്ത് സന്ദേശമാണ് നൽകുക എന്നതിനെക്കുറിച്ച് അദ്ദേഹം ബോധവാനാണെന്നും സ്മൃതി ഇറാനി. അദ്ദേഹം വിജയിച്ചുവെന്ന് സ്വയം കരുതുന്നുവെന്നും ജാതി രാഷ്ട്രീയം മുതൽ പ്രകോപിപ്പിക്കുന്ന പ്രസംഗങ്ങൾ വരെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങൾ പുതിയ തന്ത്രത്തിന്റെ ഭാഗമാണെന്നും സ്മൃതി ഇറാനി കൂട്ടിച്ചേർത്തു. ഹിമാചൽ പ്രദേശിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് മുഖ്യമന്ത്രി അടക്കമുള്ള മന്ത്രിമാർ 2 മാസത്തെ ശമ്പളം കൈപ്പറ്റിയില്ല. മന്ത്രിമാർക്ക് പുറമെ ചീഫ് പാർലമെന്ററി സെക്രട്ടറിമാർ, ക്യാബിനറ്റ് റാങ്കിലുള്ള മറ്റ് പദവിയിലിരിക്കുന്നവർ എന്നിവരും ശമ്പളം വാങ്ങിയില്ല. മുഖ്യമന്ത്രി സുഖീന്ദർ സിംഗ് സുഖുവാണ് നിയമസഭയെ ഇക്കാര്യം അറിയിച്ചത്. പ്രമുഖ ഓൺലൈൻ ഭക്ഷണ വിതരണ പ്ലാറ്റ്ഫോമായ സൊമാറ്റോയ്ക്ക് 4.59 കോടിയുടെ GST നോട്ടീസ്. നികുതിയും പലിശയും പിഴയും ഉൾപ്പെടെയുള്ള തുകയാണിത്. തമിഴ്നാട്ടിലെയും പശ്ചിമ ബംഗാളിലെയും ചരക്കു സേവന നികുതി അധികൃതരാണ് കമ്പനിക്കെതിരായ നടപടി സ്വീകരിച്ചത്. US പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഇഞ്ചോടിഞ്ച് മത്സരം നടക്കുന്നതിന്റെ സൂചന നൽകി അഭിപ്രായ സർവേ. ഏറ്റവും പുതിയ വാൾ സ്ട്രീറ്റ് ജേണൽ സർവേയിൽ ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലയ്ക്ക് 48% പിന്തുണയും റിപ്പബ്ലിക്കൻ സ്ഥാനാർത്ഥി ഡൊണാൾഡ് ട്രംപിന് 47% പിന്തുണയുമാണ് രേഖപ്പെടുത്തിയത്. ബൈഡൻ മത്സരരംഗത്തുണ്ടായിരുന്ന ജൂലൈ ആദ്യ ആഴ്ചയിലെ സർവേകളിൽ 8% പോയിന്റുകൾക്ക് ട്രംപ് ആയിരുന്നു മുന്നിൽ. പോർച്ചുഗീസിന്റെ ലോകോത്തര ഫുട്ബോൾ താരമായ ക്രിസ്ത്യാനോ റൊണാൾഡോയെ ആദരിച്ച് UEFA. യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിലെ റൊണാൾഡോയുടെ ശ്രദ്ധേയമായ നേട്ടങ്ങൾ മുൻനിർത്തിയായിരുന്നു ചാമ്പ്യൻസ് ലീഗിലെ എക്കാലത്തെയും മികച്ച ഗോൾ സ്കോറർ കൂടിയായ ക്രിസ്ത്യാനോയ്ക്കുള്ള UEFAയുടെ ആദരം.